കൊടുംവിഷം കലക്കിയാണ് പലയിടങ്ങളിലും വ്യാജമദ്യ നിർമ്മാണം. വ്യാജമദ്യത്തിന്റെ വഴികൾ തേടിയ മനോരമ ന്യൂസ് സംഘം കൺമുമ്പിൽ കണ്ടത് ചാരായക്കൂട്ടിന്റെ വിഷം മണക്കുന്ന വഴികൾ. വാഷ് അഥവാ കോട വാറ്റിയെടുത്താണ് ചാരായം ഉണ്ടാക്കുന്നത്. ആദ്യം കോട തയ്യാറാക്കുന്ന വിധം നോക്കാം. കീടനാശിനിയായ അത്യുഗ്ര വിഷമുള്ള ഫ്യൂരിഡാൻ, ബാറ്ററി പൊടിച്ചത്, പിന്നെ തേളും തേരട്ടയും പോലുള്ള ഇഴജന്തുക്കൾ ഇവ തയ്യാറാക്കി വയ്ക്കും. പച്ചവെള്ളത്തിൽ ശർക്കരയും നവസാരവും ചേർത്ത് കലക്കും. നുരയും പതയും വന്നു തുടങ്ങുമ്പോൾ ആദ്യ ചേരുവകൾ ഈ മിശ്രിതത്തിൽ ചേർക്കും. ആവശ്യമെങ്കിൽ വീര്യം കൂട്ടാൻ വളമായി ഉപയോഗിക്കുന്ന അമോണിയയും ചേർക്കും. ഇത് പാത്രത്തിൽ 3-4 ദിവസം സൂക്ഷിക്കും. കോട തയ്യാർ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ശർക്കര കൊണ്ടുവന്നിട്ട് അത് ഇതിൽ കലക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ട് മൂത്ത് കിട്ടാൻ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ബാറ്ററി കരിയും കുറച്ച് കുരുടാനും കുറച്ച് ചേരട്ട് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം മൂത്ത് കിട്ടും. 3 ദിവസം കൊണ്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ കൂടുതൽ സാധനം നമുക്ക് ഇത് ചിലവായി കിട്ടുന്നുണ്ട്. വനത്തിനുള്ളിലോ മറ്റു സുരക്ഷിത കേന്ദ്രങ്ങളിലോ ആണെങ്കിൽ കോട ദിവസങ്ങളോളം സൂക്ഷിക്കാം. വീര്യം അതിനനുസരിച്ച് കൂടും. പ്രത്യേകം തയ്യാറാക്കിയ പാത്രത്തിൽ കോട തിളപ്പിക്കുന്നതാണ് അടുത്ത പടി. ഈ നീരാവി മുകൾ തട്ടിൽ ഉറപ്പിച്ച പാത്രത്തിലെ തണുത്ത വെള്ളത്തിൽ തട്ടി ടണൽ വഴി കുപ്പിയിലെത്തും. ചാരായം റെഡി. കോടയിൽ ചേർക്കുന്ന ഉഗ്രവിഷങ്ങളുടെ തോതനുസരിച്ച് നാടൻ വാറ്റിന്റെ വീര്യവുമേറും. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ആവശ്യക്കാരുടെ തരം പോലെ പിന്നെ വിൽക്കാം, വിളമ്പാം. കൊടും വിഷമുള്ള മദ്യമാണ് വ്യാജമാറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് വിതരണത്തിനെത്തുന്നത്. വ്യാജമാറ്റ് കേന്ദ്രങ്ങൾക്കെതിരെ ഇനിയും നടപടി വൈകിയാൽ വലിയ വിഷമദ്യ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തലാവും. ക്യാമറാമാൻ JG മാത്യുവിനും സന്ദീപിനുമൊപ്പം S. മഹേഷ് കുമാർ, മനോരമ ന്യൂസ്.